ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 16 ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5th വൺ. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. 5th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്, എക്സ്പ്ലെയിൻ യുവർ റീസൺ. അതായത് ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ അടുത്തടുത്തുള്ള 2 നമ്പേഴ്സാണ് തന്നിട്ടുള്ള 67ഉം 66. അതിന്റെ ക്യൂബിന്റെ ഡിഫറൻസ്, അതായത് അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിന്റെ ക്യൂബിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ ഇവിടെയും 43, 42. ദെൻ ഇവിടെ 67ഉം 66ഉം തമ്മിലുള്ള സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ്. ഇവിടെ 67 സ്ക്വയർ മൈനസ് 66 സ്ക്വയർ ആണ്. ഇവിടെ അതുപോലെ 43ഉം 42ഉം തമ്മിലുള്ള സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2 ഓപ്ഷൻ എടുക്കാം. ഏതൊക്കെയാണ്? ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണല്ലോ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് നമ്പർ 67 ക്യൂബിന്റെ ഡിഫറൻസും 67 സ്ക്വയർ മൈനസ് 66 വരുന്ന ഈ 2 ഓപ്ഷന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 67ഉം 66ഉം അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ n ക്യൂബ് മൈനസ് 67 n എന്ന് എടുത്തു കഴിഞ്ഞാൽ 66നെ എന്ത് എഴുതാം? n നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുന്നതാണല്ലോ അടുത്ത നമ്പർ. ദെൻ 63 നമുക്ക് n മൈനസ് 1 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അതുപോലെ ഇവിടെ 67 സ്ക്വയറിന് നമ്മൾ n സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ 66ന് എന്ത് എഴുതാം? n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് തരാം. വൈറ്റ് ബോർഡിലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫോം എന്ന് പറയുന്നത്. n ക്യൂബ് മൈനസ് n മൈനസ് 1 ദ ഹോൾ ക്യൂബ്. അതായത് ഈ ഇവിടെ n മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോമിലാണ്? a മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഫോമിലാണ് അല്ലേ. അപ്പോൾ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ദെൻ ബ്രാക്കറ്റിനകത്ത് a മൈനസ് ബി ആണ് നമ്മുടെ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഫോമിലോട്ട് നമ്മൾ ഈ n മൈനസ് 1 ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇവിടുത്തെ n ക്യൂബ് നമ്മൾ അതുപോലെ എഴുതി. ദെൻ അടുത്തൊരു മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് അതുപോലെ ഇട്ടു. ദെൻ a ക്യൂബിന് പകരം n ക്യൂബ് മൈനസ് ബി ക്യൂബിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 1 കൊടുക്കും അല്ലേ. 1, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഈ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എക്സ്പാൻഡ് എഴുതുന്നത്. ദെൻ മൈനസ് 3ab പകരം മൈനസ് 3a എന്ന് പറയുന്നത് n ആണ്, b 1 ആയതുകൊണ്ട് നമ്മളത് ഇടുന്നില്ല. ദെൻ വീണ്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിനകത്ത് എന്ത് വരും? a മൈനസ് ബി ആണ്. a മൈനസ് ബി നമ്മൾ എന്ത് കൊടുക്കും? n മൈനസ് 1. ഓക്കെ അല്ലേ. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ ഈ മൈനസ് 3n കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സ് ഓപ്പൺ ചെയ്യണം. ബാക്കി എല്ലാം അതുപോലെ എഴുതി. n ക്യൂബ് മൈനസ് n ക്യൂബ്, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, മൈനസ് 1. ദെൻ ഈ മൈനസ് 3n ഇൻറ്റു n എന്താവും? മൈനസ് 3n സ്ക്വയർ. ദെൻ മൈനസ് 3n ഇൻറ്റു ഇവിടെ മൈനസ് 1 ഉണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? പ്ലസ് 3n എന്ന് വരും. ഓക്കെ, ദെൻ ഈ പുറത്ത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് കൊണ്ട് ഈ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സിന്റെ സൈൻ മൊത്തം ചേഞ്ച് ആകും, ഓപ്പോസിറ്റ് സൈൻ ആകും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? n ക്യൂബ് മൈനസ്, ഇവിടെ പ്ലസ് n ക്യൂബ് ആണല്ലോ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് n ക്യൂബ് ആവും. ഈ മൈനസ് 1 എന്താവും? പ്ലസ് 1 ആവും. മൈനസ് 3n സ്ക്വയർ പ്ലസ് 3n സ്ക്വയർ ആവും. ദെൻ അടുത്ത പ്ലസ് 3n മൈനസ് 3n ആവും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഓപ്പോസിറ്റ് സൈൻസ് വരുന്ന നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യും. ഇവിടെ n ക്യൂബും മൈനസ് n ക്യൂബും ഇവിടെ പ്ലസ് n ക്യൂബും ആണ്, നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്? 3n സ്ക്വയർ മൈനസ് 3n പ്ലസ് 1 എന്നാണ് നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയത്. ദെൻ നമുക്കിവിടെ n സ്ക്വയർ മൈനസ് n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഏത് ഫോമിലാണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ആ ഫോമിലോട്ട് നമ്മൾ ഈ n മൈനസ് 1 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ട്, അത് അതുപോലെ എഴുതി, n സ്ക്വയർ പിന്നെ ഒരു മൈനസ്, ദെൻ ബ്രാക്കറ്റിനകത്ത് a സ്ക്വയറിന് പകരം n സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ മൈനസ് 2b എന്ന് പറയുന്നത് 1 ആണല്ലോ. ദെൻ പ്ലസ് ബി സ്ക്വയർ എന്താവും? 1ന്റെ സ്ക്വയർ, ദെൻ 1 എന്ന് എഴുതി. ദെൻ ഈ മൈനസ് കൊണ്ട് ഇതിനെ ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈൻ ഓപ്പോസിറ്റ് ആവും. ദെൻ n സ്ക്വയർ മൈനസ് n സ്ക്വയർ പ്ലസ് 2n മൈനസ് 1. ഓക്കെ,
ദെൻ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. എൻ സ്ക്വയറും മൈനസ് എൻ സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി എന്തുകൊണ്ട് 2n മൈനസ് 1. അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് 3n സ്ക്വയർ മൈനസ് 3n പ്ലസ് 1ഉം ഇവിടെ 2n മൈനസ് 1ഉം ആണ് കിട്ടി. അപ്പോൾ ഇത് തമ്മിൽ ഏതെങ്കിലും നമ്പർ നമ്മൾ ഇതിൽ എന്നിന്റെ പ്ലേസിൽ കൊടുത്ത് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വലിയ നമ്പർ ഏതായിരിക്കും? ഇവിടെ ഈ 3n സ്ക്വയർ മൈനസ് 3n പ്ലസ് 1 ആയിരിക്കും. അതായത് the difference between consecutive cube is greater than between consecutive square value അല്ലേ? അതായത് ഇവിടെ നമ്മൾ സ്ക്വയർ വാല്യൂവിന്റെ ഡിഫറൻസ് എടുത്തു, ഇവിടെ ക്യൂബ് വാല്യൂവിന്റെ ഡിഫറൻസ് എടുത്തു. അപ്പോൾ ഏതായിട്ടും വലുതായിട്ട് വന്നത് ക്യൂബിന്റെ വാല്യൂ ആണ് വലിയ നമ്പർ ആയിട്ട് കിട്ടിയത്. അതായത് നമ്മളിവിടെ എന്നിന്റെ പ്ലേസിൽ ഏതെങ്കിലും നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പർ ആയിരിക്കും വലുതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ the square value is smaller than difference between the cube value, അല്ലെങ്കിൽ difference between the cube value is greater than difference between the square value. അതുപോലെ തന്നെ ഇവിടെ 67ഉം 66ഉം ആണ് അല്ലേ? നമുക്ക് മറ്റേ ഓപ്ഷനിൽ 42 43 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിൽ ഉള്ളത്. അപ്പോൾ അത് എന്തായാലും 67നെക്കാളും ചെറിയ നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്പറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഡിഫറൻസും എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പോൾ ചെറിയ നമ്പറിന് ചെറിയ ഡിഫറൻസും വലിയ നമ്പറിന് വലിയ ഡിഫറൻസും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore ഗ്രേറ്റസ്റ്റ് വാല്യൂ ഈസ് 67 ക്യൂബ് മൈനസ് 66 ക്യൂബ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 67 ക്യൂബ് മൈനസ് 66 ക്യൂബ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന്റെ തന്നെ സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. എ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് എ സ്ക്വയർ നമ്പർ. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സ്ക്വയർ നമ്പർ ആണ്. സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ ആർ കോൾഡ്. ഇങ്ങനെ കിട്ടുന്ന നാച്ചുറൽ നമ്പറിന് നമ്മൾ എന്ത് പറയും? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും. ഓക്കെ അല്ലേ? ദെൻ ഓൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ് വിത്ത് 0 1 4 5 6 or 9. നമ്മൾ ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എല്ലാം എൻഡ് ചെയ്യുന്നത് 0 1 4 5 6 9 എന്ന് പറയുന്ന നമ്പറിലായിരിക്കും. ഓക്കെ, ദെൻ സ്ക്വയർ റൂട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. എവരി പെർഫെക്റ്റ് സ്ക്വയർ ഹാസ് 2 integral square root. The square root of a number is denoted by the symbol root. Root symbol അറിയാം, നമ്മൾ പഠിച്ചതാണ്. A number obtained by multiplying a number by itself 3 times is called cube. നമ്മൾ 3 times മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എന്ത് പറയും? ക്യൂബ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ 1 ക്യൂബ് 2. A number is a perfect square if its prime factor can be split into 2 identical group. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് നമുക്ക് എന്താണ്? 2 ഗ്രൂപ്പായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എ നമ്പർ ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് ഇഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻടു 3 ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് അല്ലേ? പെർഫെക്റ്റ് ക്യൂബ്സ് ആണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സിനെ നമുക്ക് 3 ഗ്രൂപ്പ്സ് ആക്കാൻ പറ്റും. സിമ്പിൾ എന്താണ്? ഈ സിമ്പിളാണ് നമ്മൾ ക്യൂബ് റൂട്ടിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്യൂബ് റൂട്ട് ഓഫ് 27 ഈക്വൽ ടു 3 എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ?